സാധാരണയിൽ നിന്ന് വ്യത്യാസമായിട്ട് ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്തിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചി ചോറിൻ്റെ റെസിപ്പിയുമായാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഇറച്ചി ചോറ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ജീരകശാല റൈസാണ്. നമ്മൾ വയനാടൻ കൈമ എന്ന് പറഞ്ഞ് വാങ്ങിക്കുന്ന ആ ഒരു അരിയാണ് ഉപയോഗിക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകി വെള്ളത്തിൽ ഒരു അരമണിക്കൂർ നമ്മൾ കുതിർത്ത് വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ബസുമതി അരി വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ ഈ ഒരു അരിയിൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് 3 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് കുതിർത്ത് വെക്കാം. ഈ ഒരു സമയത്ത് തന്നെ ചോറിലേക്ക് ചേർക്കാനുള്ളൊരു മസാലപ്പൊടി തയ്യാറാക്കണം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 പട്ട, അതുപോലെ ഒരു 4-5 ഗ്രാമ്പു, ഒരു 5 ഏലക്കായ, ഒരു സ്റ്റാർ അനീസ് അതായത് തക്കോലം, 1 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം അതായത് വലിയ ജീരകം, അതുപോലെ തന്നെ 1 ടീസ്പൂൺ നല്ല ജീരകം, ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മുഴുവനായിട്ടുള്ള മല്ലി 2 ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ നല്ല ഫൈനായിട്ടൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ മസാലപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് 1/2 കിലോ ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മളിതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചതിൽ നിന്ന് പകുതി മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പം നിങ്ങളെ കയ്യിൽ തൈരില്ല എങ്കിൽ അതിന് പകരമായിട്ട് നാരങ്ങ നീര് തന്നെ ചേർത്താലും മതി. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ച് ഒരു 10-20 മിനിറ്റ് നമ്മളിതൊന്ന് മാറ്റി വെക്കണം. 20 മിനിറ്റിന് ശേഷം ഒരു കുക്കർ അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ബീഫ് അതിലേക്ക് ചേർത്ത് ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് കവർ ചെയ്ത് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കണം. വളരെ കുറച്ച് വെള്ളം ചേർത്താൽ മതി കേട്ടോ. ഞാനിവിടെ എല്ലില്ലാത്ത ബീഫാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലുള്ള ബീഫും എടുക്കാം. അപ്പോൾ ബീഫ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ വളരെ കുറച്ച് വെള്ളമാണ് ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൽ വളരെ കുറച്ച് ഗ്രേവിയേ ഉള്ളൂ. ഈ ഒരു രീതിയിലാണ് നമുക്ക് ബീഫ് വേണ്ടത്. ഞാൻ ഈ സെയിം കുക്കറിൽ തന്നെയാണ് ചോറ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഗ്രേവിയോട് കൂടി അങ്ങ് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. ഇനി നമ്മൾ ചോറ് വെക്കാനുള്ള ഒരു കുഴിയുള്ള പാത്രം അടുപ്പിൽ വെച്ചിട്ട് ഞാനിവിടെ കുക്കറാണ് വെച്ചത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം. ഒന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് 2 ബേ ലീവ്സും ഒരു ചെറിയ കഷ്ണം പട്ടയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ നല്ല ജീരകവും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടെ ഒന്ന് പൊട്ടി വന്നാൽ ഇതിലേക്ക് 2 മീഡിയം സൈസ് ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഒരുപാടൊന്നും വാടി വരേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് കളറ് മാറിയാൽ മതി. ഉള്ളി ഒന്ന് കളറ് മാറി വന്നാൽ ഇതിലേക്ക് 3 പച്ചമുളക് നെടുകെ കീറിയത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്നങ്ങ് ഇളക്കി കൊടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമണങ്ങ് മാറി വന്നാൽ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിന ഇലയും അതുപോലെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം. അപ്പോൾ പുതിന ഇല ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചതിൽ നിന്ന് ബാക്കിയുള്ള മസാലപ്പൊടികൾ മുഴുവനായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളൊക്കെ ചേർക്കുമ്പോൾ നമ്മളെപ്പോഴും തീയൊക്കെ ഒന്ന് കുറച്ച് വെക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് പൊടികൾ കരിഞ്ഞു പോവും. അപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഗ്രേവിയോട് കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. ഇവിടെ ഇപ്പം വളരെ കുറച്ച് ഗ്രേവിയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളത്തിൻ്റെ അളവൊന്നും ചോറിൽ തെറ്റിപ്പോവുന്നില്ല. നിങ്ങൾ ബീഫ് വേവിക്കുമ്പോൾ വെള്ളം കൂടുതലായിട്ട് ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ ബീഫിൻ്റെ പീസ് മാത്രം ഈ ഒരു സമയത്ത് ചേർക്കുക. വെള്ളം നമ്മൾ അളന്നിട്ട് ചേർത്താൽ മതി. ഞാനിവിടെ അരി എടുത്ത 3 ഗ്ലാസ്സാണ്. അതുകൊണ്ട് തന്നെ ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് എന്നുള്ള വെള്ളത്തിൻ്റെ കണക്കിൽ 3 ഗ്ലാസ് അരിക്ക് 4.5 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്.
അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പ് ചെക്ക് ചെയ്യുക. നമ്മൾ ബീഫ് ചേർത്തുകൊണ്ട് തന്നെ ചിലപ്പോൾ ഉപ്പുണ്ടാവും. അപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് കുറവാണെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് തിളക്കാൻ വേണ്ടി വെച്ച് കൊടുക്കുക. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള അരി വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരി ചേർക്കുമ്പോൾ എപ്പോഴും കുതിർക്കാൻ വെച്ച വെള്ളം വാർത്തതിന് ശേഷം മാത്രമാണ് ചേർക്കാവൂ. അതുപോലെ തന്നെ വെള്ളം തിളച്ചതിന് ശേഷം ചേർക്കുക. എങ്കിലേ അരി ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിയിൽ കുക്കായിട്ട് വരികയുള്ളൂ. അപ്പം നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം കവർ ചെയ്തിട്ട് ഇതൊരു ഹൈ ഫ്ലെയിമിൽ 2 മിനിറ്റോളം നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കണം. എപ്പോഴും നമ്മൾ ഈ ഒരു രീതിയിൽ ചോറ് വെക്കുമ്പോൾ ആദ്യം അരി ചേർക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 മിനിറ്റ് കുക്ക് ചെയ്യുക. അതിന് ശേഷം നമ്മൾ മൂടി തുറന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തതിന് ശേഷം കവർ ചെയ്തിട്ട് ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം വീണ്ടും കുക്ക് ചെയ്യുക. ഇങ്ങനെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ചോറ് വെന്ത് കിട്ടും. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റിന് ശേഷം നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടില്ല. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അംശമൊന്നും തീരെ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അളവും അതുപോലെ തീയുടെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു ചോറ് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് കറിയുടെ ഒന്നും ആവശ്യമില്ല. തൈരും അച്ചാറും ചമ്മന്തിയും അതുപോലെ തന്നെ കച്ചമ്പറും ഉണ്ടെങ്കിൽ അടിപൊളിയായി. കൂടെ ഒരു പപ്പടം കൂടെ ഉണ്ടെങ്കിൽ സംഗതി കിടുവായി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ അറിയിക്കണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഇതൊന്ന് ഷെയർ ചെയ്യണം. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.